ലൈറ്റ് ഇല്ല ഹായ് ഗായ്സ്, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകട്ടോ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഈ തലയിൽ കുറേ സാധനം വെക്കുന്ന ആൾക്കാരില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഇത് പണ്ടത്തെ രാജാവിൻ്റെ ഒക്കെ ഒരു അങ്ങനെയൊക്കെ എനിക്ക് തോന്നാം ഇത് കാണുമ്പോൾ. എൻ്റെ മുടിയിൽ എണ്ണ ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചത് വെക്കാം. പിന്നെ തണുപ്പല്ലേ, പ്രൊട്ടക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ചെവിയിലൊക്കെ കാറ്റ് കയറും, നമുക്ക് കാത്തിടാം. സോ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്കുണ്ടല്ലോ ക്രിസ്മസ് ഫ്രണ്ട് എങ്ങനെയാണ് വരുന്നത്, മിണ്ടാണ്ടിരിക്കും. ക്രിസ്മസ് ഫ്രണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് റൂമിലൊരു ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ലോട്ട് ഇട്ടിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് റാപ്പിഡായിട്ട് പറഞ്ഞു ക്ലാസ്സിലും ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട് പെട്ട്. അപ്പം നമുക്ക് 2 ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട് ഗായ്സ്. അപ്പം റൂമത്തിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാന്നറിയോ? ഇത് ഞാൻ പറയില്ല. അയ്യോക്ക് പറയാം ഇങ്ങനെ എന്താവുക, പക്ഷെ ഞാൻ പറയില്ല. ഇങ്ങനെ നോക്കല്ലേ ഓക്കെ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങുമ്പോഴാണ് പ്രശ്നമേ. ഇതിൽ ചിലപ്പോൾ ആരെങ്കിലും ആണെങ്കിലും ഒരു ക്രിസ്മസ് ഫ്രണ്ട് അപ്പോൾ ഒരു കാണൂല്ലേ ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ എനിക്ക് ഒറ്റ ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ എനിക്ക് മടിയാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എത്ര റേറ്റ് എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ മാമി എത്ര റേറ്റ് ചോദിക്കുക പറയുന്നത് ആളാണ്. ഞാനിങ്ങനെ ഒറ്റ ഗിഫ്റ്റ് വാങ്ങാൻ പോകും. അപ്പോൾ നമ്മളെല്ലാവരും ടീമായിട്ടാണ്. ഗിഫ്റ്റ് വാങ്ങൽ ഈസ് എ വെരി ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എക്കോ ബസാറിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനും ഹീറോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം. എന്നിട്ട് നമ്മൾ സാധനം വാങ്ങുമില്ലേന്ന് തീരുമാനിച്ചിട്ടില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ ആണെങ്കിൽ കീറിനോട് പറയാൻ തോന്നുന്നു എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഇതാണ്, ക്രിസ്മസ് ഫ്രണ്ടിന് എന്താ വാങ്ങുക. പക്ഷെ അങ്ങനെ പറഞ്ഞുകൂടാ, എനിക്ക് ടെൻഷനാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ സാധനം എടുക്കാമെന്നൊക്കെ പറയണത്. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്ന് എന്താ വാങ്ങുക? ഇതാണ് ഏകദേശം എല്ലാവരും വാങ്ങാൻ വിചാരിച്ച സാധനം. പക്ഷെ ഇതൊന്നും അല്ലക്ക് കൊടുക്കണ്ട. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടല്ലോ, കീറുവടല്ല, മാമിയാണ്. മാമിക്ക് ഇപ്പോൾ ആവശ്യമുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു മഗ്ഗെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഒരു മഗ്ഗ് വാങ്ങിക്കാം. അല്ലാണ്ട് വന്ന് നോക്കും ഞാൻ വാങ്ങാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. മാമിക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഞാൻ കണ്ണട വെച്ചു, കാരണം എനിക്ക് കണ്ണ് കാണില്ല. ഗിഫ്റ്റാണ് ഒരു സാധനം. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ്സിലുള്ള ക്രിസ്മസ് ഫ്രണ്ടിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞോ നേരത്തെ എനിക്ക് ഓർമ്മയില്ല, അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഐ ആം സോറി. അപ്പോഴേ എടുക്കുന്നത്. ഞാൻ അവിടെ ഒരു ഷോപ്പിൽ ഒരു പെർഫ്യൂം കണ്ടിട്ടുണ്ട്. ദാറ്റ് ലുക്സ് ഗുഡ്. എനിക്കത്, നമുക്ക് 3 മെന്നാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്, ബാക്കിയൊക്കെ ഗേൾസാണ്. സോ അതൊരു ലേഡീസ് പെർഫ്യൂമാണ്. ഇനിയിപ്പോൾ അതൊരു മെന്നനാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ശരി, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ കണ്ടോ 20,000 സോമിനും 15,000 സോമിനും ഒക്കെ നല്ല ക്യൂട്ട് കൊറിയനാണോ പൗച്ച്. ദിസ് ഇസ് ജാപ്പനീസ് അല്ലേ? ഗൈസ്, ഐ ആം ലോസ്റ്റ്. ആരും കാണാനില്ല. എനിക്കാണെങ്കിൽ വഴി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല കാണാൻ. ഇപ്പം ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക? ഞാനെന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഈ മഗ്ഗാണ് കേട്ടോ വാങ്ങിച്ചത്. മാമി കുറേ ദിവസമായി പറയുന്നത് മഗ്ഗ് വേണം. ഞാൻ വിചാരിച്ചു വാങ്ങാം.
ഇപ്പോൾ ഇതിൽ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് മനസ്സിലായിട്ടുള്ളത് കീറിനും കുബുവിനാണ്. കീറിന് ഞാൻ കപ്പെടുത്തപ്പോഴേ കാര്യം മനസ്സിലായി. കീറിനോട് ഇങ്ങോട്ട് സ്വാമിയല്ലേ ഞാൻ അതേ പറഞ്ഞു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ എൻ്റെ മുഖം മാത്രമാണ് തോന്നുന്നു വീഡിയോ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഫോണിലും ടാബിലും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 2 വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുൾ കാണിക്കും. ഓക്കെ, ഈ ഷോപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ജേർണൽ ഷോപ്പിംഗ്. എനിക്ക് വാങ്ങി ഗിഫ്റ്റ് ഗോപിനെ കാണിച്ചു കൊടുക്കാൻ. ഇതാണ് ചതി എന്ന് പറയുന്നത്. ചതി ഇങ്ങനെയാണ്, ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പിസം. ഇതാണ് അവിടെ ഇഷ്ടപ്പെട്ടത്. എന്നോട് ഇപ്പം ചോദിച്ചല്ലോ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നീ പറ അത് വാങ്ങാൻ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നീ ഒരു ഇതിൻ്റെ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് വരുന്നത് ഞാൻ നോക്കി. ഞാൻ ഇവിടെ ഇതിൽ ഏതാ രസം എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ പിങ്ക് ഇങ്ങനെ ചായനെ കണ്ടപ്പോൾ മാമിയാണ് അതിൻ്റെ ക്രിസ്മസ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പിങ്ക് എടുത്തോന്നാണ്. ഞാൻ പിങ്ക് എടുക്കാം. ഇത്രയും നേരം ഞാൻ ബ്ലാബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് വീഡിയോ ആണല്ലോ. ഓക്കെ, എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണല്ലോ. ഒരു ശശി വെച്ചിട്ടാണ് എൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ നാളെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കേണ്ടത് കൂടി ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ അതുകൂടി ഞാൻ ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ പറ. ബൈ. ഹായ് ഗായ്സ്, ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഗിഫ്റ്റ് വാങ്ങിച്ചതിന് നെക്സ്റ്റ് ഡേ നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നമ്മൾ പുറത്തുനിന്നാക്കി. സോ അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ നമ്മൾ ഈ മഞ്ഞത്താണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. കണ്ടോ, സ്നോഫാൾ ഉണ്ട്, എൻ്റെ മുടിയിലുണ്ട്, കണ്ണിക്കൊക്കെ ചേർന്നുണ്ട്. ഓക്കെ, എല്ലാവരും കുറച്ച് പേര് ബാക്കിലുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്. ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടായി ഇൻ ദ സെൻസ് 5 മണിയാണ്, പക്ഷേ ഇരുട്ടായി തുടങ്ങി. ഓക്കെ, ബൈ. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. എൻ്റെ ഗ്ലൗസിൻ്റെ ട്രോളിൻ്റെ ഉള്ളില്ല, അത് അലമാരേൻ്റെ മേലെയാണ്. അത് ഇതുവരെ എടുക്കാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല, മടിയായിരുന്നു, പിന്നെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ കാണിക്കാം കേട്ടോ. Someone take video. I will do this. വീഡിയോ എടുക്കുന്നില്ലേ? Hi, നല്ല കത്തി. 1, 2, 3. കത്തി പിടിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്തിനാ കത്തി? മുറിച്ചില്ല, കത്തി മാത്രമുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. കൈ ചൂടുവെള്ളത്തിലിട്ടു. നല്ല തണുപ്പാണ്. കുറേ സമയം പുറത്ത് നിൽക്കാനൊന്നും പറ്റില്ല. ഗിഫ്റ്റ് തുറക്കാനോ കേക്ക് തിന്നാൻ പോലും കൈ വായിക്ക് പോകണുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. സോ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ചെറിയൊരു ഗെയിമും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഹട്ടിക്ക് വന്നാട്ടോ. അതെ, ക്ലാസ് തന്നല കഴിഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യുവേ. കാരണം എനിക്ക് എന്താ ഗിഫ്റ്റ് കിട്ടണേന്ന് കാണിക്കാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. എൻ്റെ കൊടുക്കുന്നത് എനിക്ക് കൊടുക്കാൻ അതിലേറെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഹന പറയാണ് ഓക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണേ, ലക്ഷ്മി പറയാണ് ഓക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണേ, മാമി പറയാണ് ഓക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണേ. പക്ഷെ ആർക്കാണ് ഞാൻ കാണിച്ചു തരാം. മൈ ക്രിസ്മസ് ഫ്രണ്ട് ക്യൂരിയസ്
ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ചേച്ചി. ലൈറ്റ് ഇല്ല Dear Mommy, this season hope you know I'm beyond grateful for you and all the moments in there. Wishing you a Christmas full of memories and magic. Merry Christmas. ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി മാമി പറയും മാമിക്ക് മനസ്സിലായത് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, അത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാമിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്റെ ഫ്രണ്ട് മാമി എന്നുള്ളത് എനിക്ക് ഉറപ്പേതു. പിന്നെ ഞാനത് എന്തായാലും എന്താന്ന് അങ്ങനെ നിന്നു. ഓക്കെ, നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. ആൻഡ് എനിക്ക് എപ്പോഴാ മനസ്സിലായത്, ഞങ്ങൾ മേടിച്ചിട്ട് വരുന്ന സമയത്ത് ഇവള് ഗോപുവിനോട് കീറിനോടും ആരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവള് ലക്ഷ്മി ഇവളെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ ഓളെ മുഖത്ത് എപ്പോഴും ഒരു കള്ളലക്ഷണം ഇല്ലോട് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഗോപുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര ഡൗട്ടായില്ല. ഇന്നലെ ഇവിടെ എന്തോ ആവശ്യമുണ്ടെന്ന് ഗോപുവിനെ മാത്രം വിളിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ അത്ര ഇതാക്കിയില്ല. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഫിക്സ് ആയി. ഞാൻ അവിടെ ഇരുന്ന് തോന്നിക്കൊണ്ടിരിക്കാം. നീ ഒരു 100 വട്ടം ചോദിച്ചില്ലേ മാമി എവിടെ മാമി എന്തേ കേട്ടോ. അപ്പൊ എനിക്ക് ഉറപ്പായി ഞാൻ തന്നെ എനിക്ക് ഉറപ്പായത്. പിന്നെ ഇവിടെ നടന്നു വരുന്ന സമയത്ത് എന്തോ നീ പറഞ്ഞില്ലായിരുന്നോ, എന്താ പറയാ എന്തോ നമ്മള് പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ്. അങ്ങനെ കുറെ ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു എനിക്കറിയാൻ വേണ്ടിട്ട് ഇതാകുന്നത്. എന്റെ ഗിഫ്റ്റ് കാണിച്ചു തരാട്ടോ. ഇതില് ഫുൾ സ്റ്റിക്കറാണ് കേട്ടോ, സ്റ്റിക്കർ. പിന്നെ ഇത് ഒരു ബുക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഹലോ മൈ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാഫ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ദിസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.